അല്പസമയത്തിനകം ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ, മറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇപ്പോൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം നരേന്ദ്രമോദിയും വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നിന്ന് ഏതാണ്ട് 2-3 മിനിറ്റിനകം ഈ വാഹനവ്യൂഹം പുറത്തേക്ക് വരുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. പ്രേക്ഷകർ കാത്തിരിക്കുക. പ്രധാനമന്ത്രിയുടെ വിമാനം, ആ വിമാനത്തിൽ നിന്നും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആ ക്യാമറ ഫ്രെയിമിലേക്ക് എപ്പോൾ കടന്നു വരുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്നും വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അതിന്റെ ദൃശ്യമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ക്യാമറ ഫ്രെയിമിലേക്ക് പ്രധാനമന്ത്രി ഉടൻ തന്നെ കടന്നു വരും. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഉടൻ തന്നെ അവിടെ നിന്നും പുറത്താവുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിന് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാകും. വേഗത്തിൽ അദ്ദേഹം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വാഹനത്തിൽ കയറി അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടിയായ VSSയിലേക്ക് പ്രധാനമന്ത്രി തിരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ക്യാമറ ഫ്രെയിമിൽ ഈ ദൃശ്യത്തിലേക്ക് പ്രധാനമന്ത്രി ഉടൻ തന്നെ കടന്നു വരും. പ്രധാനമന്ത്രി ഉടൻ തന്നെ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാൻ, തുടരാം. സജിത്ത്, എന്തായാലും മറ്റ് സമയക്രമത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് 10:30 അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. ഏതാണ്ട് 25 മിനിറ്റോളം വൈകിയാണ് വിമാനം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക കാരണങ്ങൾ തന്നെയായിരിക്കും. മറ്റ് കാരണങ്ങളൊന്നും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ നിന്ന് നേരെ VSSയിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള NST ഉദ്യോഗസ്ഥർ, മറ്റ് അദ്ദേഹത്തിന് ഇവിടെ സുരക്ഷ ഒരുക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വലിയ സുരക്ഷാ ബന്ദോബസ്തിന്റെ നടുവിലാണ് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് കൃത്യമായി, അതായത് റഡാറുകൾക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് ഈ വിമാനം അതിന്റെ വ്യോമപാതയൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ വിമാനം ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നതും. അവിടെ നിന്ന് ഈ NST ഉദ്യോഗസ്ഥർ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പ്രത്യേക സുരക്ഷയിലായിരിക്കും പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ടെക്നിക്കൽ ഏരിയയുടെ പുറത്തേക്ക് എത്തുക. മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാണ്. പോലീസിന്റെ ഏറ്റവും മുൻപിൽ പോകേണ്ട പൈലറ്റ് വാഹനം അതും സജ്ജമാണ്. മറ്റ് വാഹനങ്ങളൊക്കെ ഉള്ളിൽ തന്നെയാണ്. നീല ഗേറ്റിന് ഉള്ളിലാണ്. ആ ഗേറ്റ് തുറന്ന് ഏതാണ്ട് 2-3 മിനിറ്റിനകത്ത് ഈ വാഹനവ്യൂഹം പുറത്തേക്ക് വരുന്ന തരത്തിലാണ് ക്രമീകരണങ്ങളാണ് മനസ്സിലാക്കുന്നത്. DGP ഉണ്ട്, അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി GR അനിൽ, BJP സംസ്ഥാന അധ്യക്ഷൻ, കേരള പദയാത്രയുടെ നായകനായിരുന്ന K സുരേന്ദ്രൻ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അവരൊക്കെ പുറത്തേക്ക് പ്രധാനമന്ത്രിയെ ഹസ്തദാനം ചെയ്തതിന് ശേഷം, പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചതിന് ശേഷം വാഹനവ്യൂഹത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2-3 മിനിറ്റിനകം ഈ വാഹനവ്യൂഹം പുറത്തേക്ക് എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 11:15 പ്രധാനമന്ത്രി VSSയിൽ എത്തുന്ന തരത്തിലായിരിക്കാം ക്രമീകരണങ്ങൾ. അവിടെ അദ്ദേഹം മുൻപ് ഏതാണ്ട് 45 മിനിറ്റ് ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമയക്രമത്തിൽ മാറ്റം വന്നിരിക്കുന്നതുകൊണ്ട് എത്ര നേരം VSSയിൽ അദ്ദേഹം ചെലവഴിക്കുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തതയില്ല. 11:45 VSSയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടാൽ മാത്രമേ 12 മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കാരണം 1:20 അദ്ദേഹത്തിന് ഇവിടെ നിന്ന് തിരികെ മടങ്ങേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ നേരം അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുന്ന തരത്തിലായിരിക്കാം സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും സജ്ജമാക്കിയിരിക്കുന്നതും. എന്തായാലും തിരുവനന്തപുരം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആരായിരിക്കും സ്ഥാനാർത്ഥി? ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ പേര് വരെ പറഞ്ഞു കേട്ട തിരുവനന്തപുരം ലോക്സഭയിലെ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന സസ്പെൻസിന് ഇന്ന് വിരാമം ആയേക്കാം. അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തലസ്ഥാനത്ത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം എത്തിയിരിക്കുന്നു. പ്രത്യേക സുരക്ഷാ വിമാനമാണ്. വിമാനം തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം 11:15 VSS വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകുകയും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം BJPയുടെ സംസ്ഥാന പദയാത്രാ സമാപന സമ്മേളനം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹത്തിന് എത്തണം. 1:20 അദ്ദേഹം തിരികെ മടങ്ങുക.